5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. അപ്പോൾ നമ്മുടെ ഗോവിന്ദ മാഷ് പെട്ടു. കാരണം ഈ അഭിമുഖം നടത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമ്മുടെ ചില സത്യങ്ങൾ നമുക്ക് അപ്രിയ സത്യങ്ങളാണ്. അതിന് പറയേണ്ട കാലമുണ്ട്, സമയമുണ്ട്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ ഇനി ഒരു ദിവസം പോലും ഇല്ലാതിരിക്കുന്ന നിശബ്ദ പ്രചരണമെല്ലാം അവിടെ കഴിഞ്ഞ് റെഡിയായി, ഇങ്ങനെ അപ്പം ചൂടാൻ മുട്ട പൊരിക്കാനൊക്കെ റെഡിയായി, ഓംലെറ്റ് അടിക്കാൻ കല്ലൊക്കെ ചൂടായി റെഡിയായി നിൽക്കുമ്പോഴാണ് ഗോവിന്ദ മാഷിൻ്റെ ബോംബ്. ഗോവിന്ദ മാഷും അഭിലാഷ് മോഹൻ, മാതൃഭൂമിയിൽ അഭിലാഷ് മോഹനുമുള്ളൊരു അഭിമുഖത്തിൽ അഭിലാഷ് മോഹൻ പത്രപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ വളരെ നൈസായിട്ട് കയറി പിന്നെ അവർ യഥാർത്ഥത്തിൽ കയറി ചൂണ്ടയിടും. അഭിലാഷ് മോഹൻ ഇങ്ങനെ ചോദിച്ച് വളരെ സ്നേഹത്തോടുകൂടി അലുവ കഴിക്കുന്ന ഒരു ലാഘവത്തോടു കൂടി ചോദിച്ചു, അപ്പോൾ മാഷയെ ഒരു കാര്യം ചോദിക്കട്ടെ, RSSും BJPയുമായിട്ടുള്ള ബന്ധത്തെ, CPMന്റെ ബന്ധത്തെക്കുറിച്ച് ആളുകൾ പറയുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗോവിന്ദ മാഷ് ചരിത്ര സിദ്ധാന്തം പറയാൻ തുടങ്ങി. സിദ്ധാന്തം പറയാൻ നേരിട്ട് ആദ്യം ഉണ്ടാവാമില്ല എന്നൊക്കെ പറഞ്ഞ് ഉരുളുന്നതിന് പകരം അദ്ദേഹം സിദ്ധാന്തം പറയാൻ തുടങ്ങി. 1925 RSS ഉണ്ടായത്, പിന്നെ 57 കഥയൊക്കെ പറഞ്ഞ് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ അടിയന്തരാവസ്ഥ കാലത്ത് CPMും RSSും BJPയും തമ്മിലൊക്കെ വലിയ ബന്ധമുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്നു. എന്താണ് ഇതിൽ ചരിത്രപരമായ ഒരു വസ്തുത? 77 കാലഘട്ടത്തിലെ CPMും RSSും BJPയും തമ്മിൽ, അന്ന് BJPയേക്കാൾ ശക്തം RSS ആണ്, RSSും തമ്മിൽ വളരെ വലിയ ബന്ധം ഉണ്ടായിരുന്നു. ഈ ബന്ധത്തെ സാധൂകരിക്കുന്ന നിരവധി തെളിവുകളുമുണ്ട്. CPIയുടെ അന്തരിച്ചു പോയ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന കാനം രാജേന്ദ്രൻ്റെ ഒരു ലേഖനം, അതായത് നമ്മുടെ ആർദ്ര മനസ്സെന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെടുത്തിയ ഒരു പുസ്തകം, ലേഖന സമാഹാരം KPCCയുടെ നേതൃത്വത്തിലുള്ള പ്രിയദർശിനി പബ്ലിക്കേഷൻ പുറത്തിറക്കിയിരുന്നു. ആ ആർദ്ര മനസ്സെന്ന ലേഖന സമാഹാരത്തിൽ പിന്നെ നമ്മുടെ CPIയുടെ നേതാവ് കാനം രാജേന്ദ്രൻ പറയുന്നൊരു കാര്യമുണ്ട്. RSSുമായി CPMന് നല്ല ബന്ധമുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ആ ബന്ധത്തെ സൈദ്ധാന്തികമായും താത്വികമായും ഒക്കെ EMS അംഗീകരിച്ചിരുന്നുവെന്നും EMS അതിന് വളരെ അനുകൂലമായിരുന്നുവെന്നും കോൺഗ്രസിനെ എതിർക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണം, കോൺഗ്രസ് നശിച്ചാലേ രാഷ്ട്രം ഇല്ലാതാകൂ എന്ന്, രാഷ്ട്രത്തിൽ പുരോഗതി ഉണ്ടാകുള്ളൂ, അല്ലെങ്കിൽ കോൺഗ്രസ് ഉണ്ടെങ്കിൽ രാഷ്ട്രം നശിച്ചു പോകുമെന്നുള്ള നിലയിലുള്ള പ്രസ്താവനകളുമായിട്ട് EMS ഇതിനെ വളരെ സൈദ്ധാന്തികമായ അടിത്തറ കൂടി കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായി അത് താൽക്കാലിക അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്നുള്ള നിലയിൽ EMS പിന്നെ ഉരുണ്ടു. എന്നാൽ 77 തെരഞ്ഞെടുപ്പിൽ KG മാരാർക്ക് അനുകൂലമായ ചില നിലപാടുകൾ RSSകാരുടെ KG മാരാർ മത്സരിച്ചപ്പോൾ CPMും കൂടി അതിനെ പിന്താങ്ങി എന്നുള്ള വലിയ വാർത്ത വന്നിട്ടുണ്ട്. ഇതിനെ പ്രതിഷേധിച്ചുകൊണ്ട് സുന്ദരയ്യ, CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്ന സുന്ദരയ്യ വൈ ഐ റിസൈൻഡ് ഫ്രം CPM എന്നുള്ള പുസ്തകത്തിൽ, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഇതിനെ അതിരൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അന്നത്തെ കാലം. അതിനുശേഷം നിരവധി പഞ്ചായത്തുകളിലും സ്ഥലങ്ങളിലും ഈ വോട്ട് കച്ചവടം നടക്കാറുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിനൊക്കെ നടക്കാറുണ്ട്, വോട്ട് കച്ചവടം നടക്കാറുണ്ട്. ഈ വോട്ട് കച്ചവടം നടക്കുന്നതിനിടയിൽ BJPയുടെ വോട്ട് CPMന് കിട്ടാറുണ്ട്, RSSന്റെ വോട്ട് അങ്ങോട്ട്, അതങ്ങനെ വലിയ ബന്ധമാണ്. അപ്പോൾ താത്വികമായി സൈദ്ധാന്തികമായി ഈ ബന്ധമുണ്ട് എന്നുള്ളതും വളരെ പ്രധാനമാണ്. അതിനേക്കാളൊക്കെ രസകരമായ കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ ഐക്യമുന്നണികൾ വന്നതിന് ശേഷം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായും എല്ലാ ജാതി മത സംഘടനകളുമായും അവസരോചിതമായി ഓരോരുത്തരും കൈകൊടുത്തിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയും അതുപോലെ വെൽഫെയർ പാർട്ടിയുമായി ചേർന്നൊരു 100-ലധികം പഞ്ചായത്തുകളിലാണ് CPMന് ബന്ധമുള്ളത്. ഇപ്പോഴും ബന്ധമുള്ളത്. SDP ആയിട്ട് ബന്ധങ്ങളുണ്ട്, ഈ പറയുന്ന കോൺഗ്രസിനുണ്ട്. എന്തിനു പറയുന്നത്, ചില പഞ്ചായത്തിൽ SDP BJP ബന്ധം പോലും വലിയ ചർച്ചയായതാണ് കേരളത്തിൽ. എന്താണ് പിന്നെ കടലും കടലാടിയും പോലെ നിൽക്കുന്ന, മോരും മുതിരയും പോലെ നിൽക്കുന്ന BJPയും SDP തമ്മിൽ പോലും പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ബന്ധമുണ്ടായതായിട്ടുള്ള ആക്ഷേപങ്ങൾ വളരെ വ്യാപകമാണ്. അപ്പോൾ അത് പിന്നെ എല്ലാ പാർട്ടികളെയും PDPയെ മാറി ഉപയോഗിക്കുക, വെൽഫെയർ പാർട്ടിയെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഉപയോഗിക്കുക, കൂടെ നിൽക്കുമ്പോൾ വർഗീയത ഇല്ല, മാറി നിൽക്കുമ്പോൾ വർഗീയത, ഇങ്ങനെ പറഞ്ഞ് തരാതരത്തിൽ RSSനെയും വെൽഫെയർ പാർട്ടിയെയും SDPയെയും PDPയെയും എല്ലാ സംഘടനകളെയും NSSനെയും SNDPയെയും എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും തരാതരം സ്ഥാനാർത്ഥികൾ ഉപയോഗിക്കുകയും പാർട്ടികൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്തിട്ട് പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ചർച്ച കൊണ്ടുവരുന്നത്? കുറച്ചുകൂടെ പച്ചയ്ക്ക് യാഥാർത്ഥ്യത്തോടു കൂടി ജനാധിപത്യമാകുമ്പോൾ, തെരഞ്ഞെടുപ്പാകുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. സ്ഥാനാർത്ഥിക്ക് വോട്ട് കിട്ടുന്നതിനുവേണ്ടി ആരുമായി ബന്ധം സ്ഥാപിക്കുമെന്ന് പച്ചയ്ക്ക് പറഞ്ഞാൽ അതല്ലേ നല്ല ജനാധിപത്യം? എന്ത് ചെയ്യാം? ഇങ്ങനെ വായിൽ നിന്ന് പോകുന്ന അബദ്ധങ്ങൾ കൊണ്ട് വന്നതാണോ, അതോ ഗോവിന്ദൻ മാഷ് പർപ്പസായി ഒരു പണി പിണറായിക്ക് കൊടുത്തതാണോ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. എന്തായാലും അദ്ദേഹം പറഞ്ഞു പോയി. ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിലെ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനങ്ങൾ അദ്ദേഹം ഇതിൽ കിടന്ന് ഉരുണ്ട് അതെന്താ സത്യം പറഞ്ഞുകൂടെ എന്നൊക്കെ ചോദിക്കും. എല്ലാ സത്യവും പറയാനുള്ളതല്ല മാഷേ, ചിലതൊക്കെ ഒളിച്ചു വെക്കണം.